ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. കുറച്ച് നാളുകളായിട്ട് കാണുന്ന ഒരു സിനാരിയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ആളുകൾ പിൻവലിക്കുന്നത്. അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ലാഭത്തിലുണ്ടാകുന്ന കുറവ് വളരെ വലുതാണ്. ആ വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഉള്ളവരും ഇല്ലാത്തവരും നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കാണണം. ഇതിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മെസ്സേജ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് ക്രിയേഷനെ തടയിടുന്ന ഒരു പ്രോസസ്സാണ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഞാൻ അത് വിഡ്രോ ചെയ്തിട്ടില്ല, പണം പിൻവലിച്ചിട്ടില്ല. ശരിക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നമ്മൾ കാണുന്ന ഒരു ഡിസ്ക്ലൈമറാണ്: മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്, പ്ലീസ് റീഡ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി എന്ന മെസ്സേജ് കാരണം ഒരുപാട് സാധാരണക്കാർ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നില്ല. അവരത് പേടിച്ച് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കൊണ്ട് ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഇവിടെ വിന്നറാണ്. എല്ലാവർക്കും ലാഭമാണ് ഈ ഒരു നിക്ഷേപം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. ആ ലാഭത്തിൻ്റെ പേഴ്സൻറ്റേജ് വ്യത്യസ്തമാണ്. ചിലർക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്, ചിലർക്ക് കുറച്ച് കുറഞ്ഞ റിട്ടേൺ ആണ് കിട്ടുന്നത്. അത്രമാത്രം വ്യത്യാസമുള്ളൂ. ലോങ് ടൈമിലേക്കുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഇതുപോലുള്ള വീഡിയോൻ്റെ കൂടെയും നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്ക്ലൈമറായിട്ട് വെക്കണം. അത് ഗവൺമെൻറ് റൂളാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇതിൽ നല്ല രീതിയിൽ നിക്ഷേപം നടത്തുകയും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ട് പേടിച്ച് നിൽക്കുന്നവർ ഒരു വെൽത്ത് ക്രിയേഷനിലേക്കുള്ള നല്ലൊരു മാർഗമാണ് അവർ അടയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. ഈ വീഡിയോ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. എങ്ങനെയാണ് നമ്മുടെ ഒരു വെൽത്ത് ക്രിയേഷനെ ഇത് ബാധിക്കുക എന്ന് നോക്കാം. നമുക്ക് വളരെ മിനിമം ആയിട്ടുള്ള ഒരു റിട്ടേണും കാര്യങ്ങളും എടുത്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളൊരു മാസം 5000 രൂപ വെച്ച് SIP ചെയ്യുന്നു എന്ന് കരുതിക്കോളൂ. ഇതിൽ ബിഗിനേഴ്സിന് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു SIP സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് അതിടയ്ക്ക് മുടങ്ങിപ്പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ആളുകൾക്കത് പേടിയാണ്, അത് മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും സംഭവിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 3 SIPകൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. എന്താവും? ആ ഒരു SIP ക്യാൻസലാവും. പക്ഷേ നിങ്ങൾ നിക്ഷേപിച്ച തുക എവിടെ ഉണ്ടാവും? ഇപ്പോൾ SIPയുടെ നിക്ഷേപത്തിൽ 1 മാസമോ 2 മാസമൊക്കെ മുടങ്ങിപ്പോയാലൊന്നും വിഷയമില്ല. കണ്ടിന്യൂസ് 3 മാസം മുടങ്ങിപ്പോകാതെ ഇരുന്നാൽ മതി. ഇനിയിപ്പോൾ 2 മാസം മുടങ്ങി എന്ന് വിചാരിച്ചോളൂ. 3-ാമത്തെ മാസം ബാങ്കിലേക്ക് എന്തെങ്കിലും ക്യാഷ് നമ്മൾ ഇട്ടു. അപ്പോൾ ഈ മുടങ്ങിയ ഇത് SIP അത് പിടിച്ചുകൊണ്ട് പോകുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് ഒരുപാട് പേടികളും തെറ്റിദ്ധാരണകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാലാവധിയൊന്നുമില്ല. നമ്മളിപ്പോൾ 10 വർഷത്തേക്ക് നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന കാലാവധിയൊന്നുമില്ല. 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യമാണ്. അതൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ആവശ്യമല്ല. അതിൻ്റെ ഇടയ്ക്ക് മുടങ്ങിപ്പോയാൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം. 5000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 12% പലിശ മാത്രമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 20%, 25%, 30%, 40%, 50%, അതിൽ കൂടുതലുമൊക്കെ റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതെല്ലാ വർഷവും കിട്ടില്ല. ചില വർഷങ്ങളിൽ അത്രയും കിട്ടും, ചില വർഷം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും മിനിമം നിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺ പോലും ഈ 12-ന് മുകളിലാണ്. 12% നമ്മൾ കാണിച്ചിട്ട് ഒരു 20% കിട്ടിയ അടിപൊളിയാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളൊരു മിനിമം കാൽക്കുലേഷൻ 12% എടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു വർഷം കൊടുത്തു നോക്കാം. ഒരു വർഷം ഒരു വ്യക്തി ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. എല്ലാ മാസവും 5000 രൂപ വെച്ച് അദ്ദേഹം നിക്ഷേപിച്ചു. 12 മാസമുണ്ട്. അദ്ദേഹം നിക്ഷേപിച്ച തുക 60000 രൂപയാണ് നമുക്കിവിടെ കാണാം. അദ്ദേഹത്തിന് ലാഭമായിട്ട് കിട്ടിയത് 4046 രൂപയാണ്. ടോട്ടൽ അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 64046 രൂപയാണ്. ഒരു വർഷമായപ്പോൾ അദ്ദേഹം നിക്ഷേപമൊക്കെ പിൻവലിച്ചു. കാരണം 4000 രൂപ ലാഭമുണ്ട്. മാസം ഇത്ര അങ്ങ് നിക്ഷേപിച്ചതാണ്. ഒറ്റയടിക്ക് 60000 രൂപ നിക്ഷേപിച്ചതല്ല, എല്ലാ മാസവും 5000 രൂപ വെച്ചാണ് നിക്ഷേപിച്ചത്. അങ്ങനെ 12 മാസമാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. അദ്ദേഹത്തിന് വലിയൊരു ബർഡനൊന്നും വന്നില്ല. 64000 രൂപ ഉണ്ട് മൊത്തത്തിൽ. അദ്ദേഹം അതങ്ങ് പിൻവലിച്ചു. നഷ്ടമൊന്നുമില്ല, സൂപ്പറാണ്. വീണ്ടും അദ്ദേഹം അടുത്ത മാസം തൊട്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വീണ്ടും അദ്ദേഹം ഈ പറയുന്ന 5000 രൂപ തന്നെ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാം. അദ്ദേഹം ഓൾറെഡി ഒന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 5000 രൂപയൊക്കെ എടുത്തിട്ട് അദ്ദേഹം
എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് വീണ്ടും 64,046 രൂപ കിട്ടി. ഇതേ ഇൻട്രസ്റ്റ് ആണെങ്കിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ടോട്ടൽ എമൗണ്ട് നോക്കാം. അതായത് ഇതിൻ്റെ ഡബിൾ അല്ലേ. അദ്ദേഹത്തിന് മുതലുമുണ്ട് പലിശയുണ്ട്. അപ്പോൾ 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് 64,046 ഇൻറ്റു 2. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 64,046 ഇൻറ്റു 2 1,28,092 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഞാനിവിടെ ഒരു പേജ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ഇവിടെ എഴുതാം. 64,046 ആണ്. ഇത് ഒരു വർഷത്തെ നിക്ഷേപം കേട്ടോ. അദ്ദേഹം ഇടയ്ക്കൊന്ന് പിൻവലിച്ചു. നമ്മളത് ഒരു വർഷം ആയപ്പോൾ പിൻവലിച്ചു എന്ന രീതിയിലാണ് കണക്ക് കൂട്ടിയേക്കുന്നത്. ഇടയ്ക്കൊന്ന് പിൻവലിച്ചു, വീണ്ടും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട തുക, അല്ലെങ്കിൽ 2 വർഷമായപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ തുക എന്ന് പറയുന്നത് 1,28,092 ആണ്. ഈ നിക്ഷേപം പിൻവലിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നും കിട്ടാനില്ല. എന്നാൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് നിക്ഷേപമൊന്നും പിൻവലിക്കാതെ തന്നെ 2 വർഷത്തേക്ക് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അതായത് ഇടയ്ക്ക് പുള്ളി വിറ്റില്ല, എല്ലാ മാസവും 5,000 രൂപ വെച്ച് തന്നെ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ 2 വർഷമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,36,215 രൂപയാണ്. ആദ്യത്തെ വർഷം അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺ നമ്മൾ ഓർക്കുന്നുണ്ട് 4,046 രൂപ അല്ലേ. 2 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട റിട്ടേൺ 8,092 രൂപയാണ്. അതായത് ഇതിൻ്റെ ഡബിൾ. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന റിട്ടേൺ 16,215 ആണ്. 1,28 കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു 8,000 രൂപയും കൂടെ കൂടിയിട്ട് 1,36 ആണ്. 1,36,215 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ പൈസ പിൻവലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയാനില്ല, നമുക്ക് നേട്ടം എന്ന് പറയാം അവിടെ. കാരണം ഇത് ആരുടെയും കയ്യിൽ നിന്ന് പോയി പലിശ വാങ്ങുകയോ ഒന്നും ചെയ്തില്ല മ്യൂച്വൽ ഫണ്ട് ഇലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്യാപിറ്റൽ ഗെയിൻ, കമ്പനികൾ വളരുമ്പോൾ അതിലുണ്ടാകുന്ന കൂടുതൽ വില കൊടുത്ത് ആളുകൾ ആ കമ്പനി വാങ്ങാൻ റെഡിയാകുന്നു, അല്ലെങ്കിൽ കമ്പനികളുടെ ഷെയർ വാങ്ങാൻ റെഡിയാകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഷെയർ വാല്യൂ ഉയരുന്നത്, ഷെയറിൻ്റെ പ്രൈസ് ഉയരുന്നത്. അങ്ങനെ ഒരുപാട് കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. അല്ലാതെ ഒരു ചെറിയ ബുക്കും കൊണ്ട് പോയിട്ട് ഇൻട്രസ്റ്റ് വട്ടി പലിശയ്ക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് പിരിച്ച് അങ്ങനെയല്ല ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നമുക്ക് ഗെയിൻ കിട്ടുന്നത്. അതും പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. 1,28 കിട്ടേണ്ടത്, എന്നാൽ 1,36 കിട്ടിയത്. ഇത് നമുക്ക് ആദ്യത്തെ മാസമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന നേട്ടം, ആ നേട്ടത്തിന് വീണ്ടും നേട്ടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഈ 1,36 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 വർഷമാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 1,28 പകരം 1,36 സംതിങ് കിട്ടുന്നുണ്ട്. കറക്റ്റ് നമുക്ക് നോക്കാം. 1,36,215. ഒരു വർഷം നിക്ഷേപിച്ചപ്പം നമുക്കുള്ള നേട്ടം നമ്മൾ ഓൾറെഡി ഒന്ന് കണ്ടു കഴിഞ്ഞു. എന്നാൽ പോലും വളരെ വിശദമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അതൊന്ന് കാണിക്കുകയാണ്. ഒരു വർഷമാണ് കൊടുത്തത്, എമൗണ്ട് മാറ്റിയിട്ടില്ല, 5,000 തന്നെയാണ് കേട്ടോ. 4,046 നമുക്ക് കിട്ടിയത്. എന്നാൽ 2 വർഷമാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ 4 ഇരട്ടിയാണ്. അതായത് SIP നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ്. 2 വർഷം ഞാൻ കൊടുത്തു, ഇപ്പോൾ കണ്ടില്ലേ 16,215. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ 4,000 കിട്ടി. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരാൾ അത് വിഡ്രോ ചെയ്തു, അദ്ദേഹം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത വർഷം 4,000 കിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം കണ്ടിന്യൂ ഇൻവെസ്റ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ 4 ഇരട്ടിയാണ് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം, താഴേക്കൊക്കെ പോകുന്ന ഒരു നിക്ഷേപമാണെങ്കിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. പക്ഷേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഒരു കാരണവശാലും നമ്മൾ വിഡ്രോ ചെയ്യരുത്, മറിച്ചത് കണ്ടിന്യൂ ചെയ്യണം. കുറച്ച് എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആകും. അതിനു മുമ്പ് ഒരുപാട് പേര് ഈ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എന്നോട് ഒരുപാട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ച് ഞാനിപ്പോൾ വാട്സപ്പ് നമ്പർ വരെ വീഡിയോയിൽ കൊടുക്കാതെയായി. എന്നാൽ ഈ വീഡിയോയിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്, പക്ഷേ ഞാൻ ആ ഒരു ബിസിനസ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അതിനുള്ള സമയക്കുറവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടും കുറേ ആളുകൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്യാം. മാത്രവുമല്ല ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്.
ഏഞ്ചൽ വണ്ണിൻ്റെയാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കാണ്. അവിടെ നമുക്ക് ലൈസൻസ് ഉള്ളത് മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാണ്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പരമാവധി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് അക്കൗണ്ട് എടുക്കാനായിട്ട് സഹായിക്കും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, SIP കാര്യങ്ങളുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് സഹായിക്കും. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് അഡീഷണൽ എമൗണ്ട് എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു SIPയോ ലംസമോ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മൾ ഈ SIP ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ ഒരു 5000 രൂപ വന്നു എന്ന് വിചാരിച്ചോളൂ. ഒരു ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതായത് ഒറ്റത്തവണ ഈ ഒരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 10000 രൂപ വന്നാൽ അത് ഒറ്റത്തവണ ഒരു നല്ല ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്നാണ്. പലരും ഈ മാർക്കറ്റ് ഇങ്ങനെ ഇടിഞ്ഞ് മാർക്കറ്റ് താഴേക്ക് വരില്ലേ, അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ആളുകൾ പേടിച്ചിട്ട് നിക്ഷേപം പിൻവലിക്കും. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ആ സമയത്ത് അതാണ് ചെയ്യേണ്ടത്. കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ പൈസ ഇപ്പോൾ എത്ര ഇരട്ടിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സർവീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്കിവിടെ കിട്ടുന്നതുമാണ് കേട്ടോ. ഇതിപ്പോൾ 5000 രൂപ വെച്ച് നമ്മൾ 2 വർഷം ഇൻവെസ്റ്റഡ് ആയിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗെയിനാണ് നമ്മളിവിടെ കണ്ടത്. 16,000 സംതിങ് രൂപ നമുക്ക് കിട്ടി. വളരെ കുറച്ച് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 12%. കാരണം ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏഞ്ചൽ വണ്ണിൽ തന്നെ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള എൻ്റെ സ്വന്തം മ്യൂച്വൽ ഫണ്ടിൽ 25-30% ഇയർലി റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകളുണ്ട്. അതുകൂടെ ഞാൻ 5 പൈസയിലും അപ്സ്റ്റോക്സിലും ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ. പക്ഷേ അത് ഒരു 10 വർഷത്തേക്ക് അങ്ങനെ തരണമെന്നില്ല കേട്ടോ. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് നമ്മൾ ആ ചെറിയ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ എത്ര ആക്ച്വലി കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് 3 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് എടുത്തു നോക്കാം. 1 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 4046 രൂപ. 2 വർഷമായപ്പോൾ 8016 രൂപ. 3 വർഷമായപ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 37,538 രൂപ. 2,17,538 നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 1,80,000 രൂപയാണ്. കാര്യങ്ങൾ മനസ്സിലായില്ലേ? 3 വർഷം നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്നു. അപ്പോൾ നമ്മുടെ നേട്ടം ശരിക്കും പറഞ്ഞാൽ ഈ 4046 × 3 വരേണ്ടത്. 3 12, 12,000 സംതിങ് ആണല്ലോ വരേണ്ടത്. പക്ഷേ ആദ്യം നിക്ഷേപിച്ച പൈസയുടെ നേട്ടത്തിന് വീണ്ടും അതിൻ്റെ മുകളിൽ നേട്ടം നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് 12,000 അല്ല നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത്, അത് 37,000 സംതിങ് ആണ്. ഈ ഒരു സംഭവം അറിയില്ലാത്തവർക്ക് തീർച്ചയായിട്ടും പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിത് 4 വർഷമാക്കാം. 4 വർഷമായപ്പോൾ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് 69,000 രൂപയായിട്ട് ഉയർന്നു. അതായത് ഈ 4ാമത്തെ വർഷവും ഇപ്പോൾ 3 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 37,000 സംതിങ് ആണ് നമ്മുടെ നേട്ടമെങ്കിൽ 4ാമത്തെ വർഷവും നമ്മൾ എല്ലാ മാസവും ഈ 5,000 രൂപ വെച്ച് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ 5,000 രൂപ വെച്ചിട്ട് 1 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര രൂപയാവും? 60,000 രൂപയല്ലേ. പക്ഷേ അവിടെ നമ്മുടെ നേട്ടം മാത്രം 69,000 രൂപയുണ്ട്. അതായത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ മാത്രം 69,000 സംതിങ് ഉണ്ട്. 2,40,000 നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി വെക്കാം, 69,174. ഇനിയിപ്പോൾ ഇത് നമ്മൾ 5 വർഷത്തിലേക്ക് പോവുകയാണ്. 5 വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ നേട്ടം എന്ന് പറഞ്ഞാൽ 1,12,431. 69,000 1,12,431. 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. 4/12 ടോട്ടൽ നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കൂട്ടി നോക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് 10 വർഷം ഒന്ന് കൊടുക്കാം. ഇനി ഓരോ വർഷത്തെ കളി വിട്ടു നമ്മൾ 10 വർഷം കൊടുക്കുമ്പോൾ ആകെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 10 വർഷം കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 6 ലക്ഷമാണ്. നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 5,61,000. അതായത് ഈ 4,000 പോയി, 8,000 പോയി, അതിൻ്റെ ഇടയ്ക്ക് ഒരു 16,000 ഉണ്ടായിരുന്നല്ലോ, 16,000 പോയി, 37,000 പോയി, 69,000 പോയി, 1,12,000 പോയി, 5 ലക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. 5,61,000 മാറുന്നുണ്ട്. എനിക്ക് ഈ 10 വർഷം എന്നുള്ള കാലാവധിയൊക്കെ പലരും പറയും ഇതൊരു വലിയ കാലാവധി അല്ലേന്ന്. ഇതത്ര വലിയ കാലാവധിയൊന്നുമല്ല. നമ്മുടെ പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതെന്ന്.
അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റഡ് ആയിരിക്കുക. പിന്നെ നമുക്ക് വളരെ അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ എടുക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് SWP ചെയ്യരുത് എന്നുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. SWP ഇനി നിർബന്ധമുള്ളവർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ തുടങ്ങുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല SIP ആണ്. അവസാനം നമുക്കൊരു വലിയ കോർപ്പസൊക്കെ ഉണ്ട്, അത് പെട്ടെന്ന് നമുക്ക് ഇടണം, എന്നിട്ട് മാസം ഒരു എമൗണ്ട് എടുക്കണമെങ്കിൽ SWP ചെയ്യാം. ചിലവരങ്ങനെയല്ല. ചിലവർ നേരത്തെ തന്നെ നമ്മൾ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമില്ല എന്നാൽ പോലും ഒരു രസത്തിന് SWP ചെയ്യും. അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മുടെ വരുമാനമൊക്കെ നിലച്ചു, സീറോയാണ് നമ്മുടെ വരുമാനം. നമുക്ക് കുറച്ച് ക്യാഷുണ്ട്, ആ ഒരു സമയത്ത് ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് SWP ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് SWP. അല്ലാതെ നമുക്ക് വരുമാനമുണ്ട്, അപ്പം ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട, അതിലും കൂടുതൽ കിട്ടേണ്ട ഒരു വരുമാനത്തെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വരുമാനമുള്ള സമയത്ത് ചെയ്യേണ്ടത് എന്താണ്, SIP ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലംസവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ലംസം എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് നമ്മൾ ഒറ്റ പ്രാവശ്യമായിട്ട് ഇടുന്നു. ഈ ലംസം ചെയ്ത ഫണ്ടിൽ തന്നെ വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനും ഒരു തെറ്റുമില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു 10,000 രൂപ കിട്ടി, എനിക്കൊരു നല്ല ഫണ്ട് വേണം. ഞാനൊരു നല്ല ഫണ്ട് സെർച്ച് ചെയ്തെടുത്തു, ഈ 10,000 രൂപ ആ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കും ഭയങ്കര നേട്ടം, 10-35% നേട്ടം ആ ഫണ്ടിനുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 15,000 രൂപ ബാക്കിയുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഈ ഫണ്ടിലിടാം നമുക്ക്, കാരണം ഇതൊരു നല്ല ഫണ്ടാണ്, വേണമെങ്കിൽ ഇതിലിടാം, അത് പോസിബിളാണ്. വൺ ടൈമായിട്ട് തന്നെ ഇടാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിലിടാം. അല്ലെങ്കിൽ മറ്റൊരു ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും തെറ്റില്ല, അതിലും ചെയ്യാം. അപ്പോൾ SIP ചെയ്യുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിങ്ങനെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മോശമുള്ള കാര്യമൊന്നും അല്ല. ഈ 10 വർഷത്തെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഞാനെല്ലാം ഒന്ന് മായ്ക്കട്ടെ. നമുക്ക് 20 വർഷം കൊടുത്താലോ? ഒരു വർഷത്തിൽ നമ്മൾ 4,000-ൽ സ്റ്റാർട്ട് ചെയ്തത്, അതായത് നമ്മുടെ ഗെയിൻ 4,000 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത്, 10 വർഷമായപ്പോൾ നമ്മൾ 5,61,000-ൽ വന്ന് നിൽക്കുന്നു. ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് കൊടുക്കാം, 20 വർഷം. ഇതൊരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാമല്ലോ. അല്ലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി. എന്തായാലും 20 വർഷം എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 20 വർഷം കൊടുത്തപ്പോൾ ഉള്ള നമ്മുടെ ഗെയിൻ നോക്കിയേ, 12 ലക്ഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് കിട്ടുന്ന ഗെയിൻ മാത്രം 38 ലക്ഷമുണ്ട്, 37.95. ഏതാണ്ട് നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. 5,000 രൂപയുടെ കുറവ് മാത്രമേ ഉള്ളൂ. ഈ 12% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12% ഇൻട്രസ്റ്റിലാണ്. ഇവിടെ കാണാം 12% ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ ഈ 12% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി വരെ ഇതിൽ കൂടുതൽ റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആവറേജ് റിട്ടേൺ ഒക്കെ നോക്കി 14 പോയിൻറ്റ് സംതിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് റിട്ടേൺ കൂടുകയാണെങ്കിൽ ഒരു 2.5% ഉയർന്നു കഴിയുമ്പോൾ തന്നെയുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 50 ലക്ഷമാണ് നമ്മളവിടെ കണ്ടത്, 14.5 പോയിൻ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, 15 അങ്ങ് കൊടുക്കാം, ശകലമൊക്കെ കൂടുതൽ കിട്ടുമല്ലോ. ഒരു 15 അങ്ങ് കൊടുക്കാം, പോയിൻ്റ് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ റിട്ടേൺ നോക്കിക്കേ, 75 ലക്ഷത്തി സംതിങ് ആയി. അതായത് നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല, സെയിം SIP ആണ്. പക്ഷേ നമ്മുടെ റിട്ടേൺ അവിടെ കൂടിയപ്പോൾ 15 അത്ര പോസിബിൾ അല്ലാത്ത റിട്ടേൺ ഒന്നും അല്ല കേട്ടോ. കഴിഞ്ഞ 10 വർഷമായിട്ട് 20% റിട്ടേൺ തന്നിട്ടുള്ള പെർ ആനം, 20%-ന് മുകളിൽ റിട്ടേൺ തന്നിട്ടുള്ള ഏകദേശം 10ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ഈയിടെ ഞാൻ ഫിൽട്ടർ ചെയ്തെടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഗെയിൻ മാത്രം 63 ലക്ഷത്തി സംതിങ് ഉണ്ട്. ഇത് ഗെയിനാണ്, നേട്ടം മാത്രം അത്രയുണ്ട്. 12 ലക്ഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ടോട്ടൽ 75 ലക്ഷത്തി സംതിങ് ഉണ്ട്, നമുക്കിവിടെ കാണാം. അതായത് 15% റിട്ടേൺ നമ്മൾ കൂട്ടിയപ്പോഴാണ് ആ ഒരു സംഭവം വന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായല്ലോ. നമുക്ക് പറ്റുന്നിടത്തോളം കാലം ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് നേട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരിക്കലും ഇതൊരു ഫിക്സ്ഡ് റിട്ടേൺ അല്ല. ചില വർഷങ്ങളിൽ നമുക്ക് 20% ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 30% ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 40 ആയിരിക്കും കിട്ടുക. ചില വർഷങ്ങളിൽ 5% ഉണ്ടാവുള്ളൂ, 10 ഉണ്ടാവുള്ളൂ. ഇനി നെഗറ്റീവ് റിട്ടേണും വരാം, അത് വളരെ അപൂർവമാണ്. ചില വർഷങ്ങളിൽ നെഗറ്റീവ് റിട്ടേണും വന്ന ചരിത്രമുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ വിറ്റ് മാറരുത്. ആ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ കുറച്ച് കൂടുതൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ SIP ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ആണ് എങ്കിലും താഴേക്കൊക്കെ പോകുമ്പോൾ വേണേൽ അത് ലംസമായിട്ടും ഇടാം കേട്ടോ. അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ലംസം എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഇടുക. താഴേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ടും അനുയോജ്യമാകുന്നത്. അപ്പോൾ നിങ്ങളുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും.
എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുക. അതായത് ടെമ്പററി ഒരു ആവശ്യമുണ്ട്, നമ്മൾ ബാങ്കിൽ ചിലപ്പോൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടാവും, അത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് SIP കട്ട് ചെയ്യേണ്ടതില്ല. നമ്മുടെ വരുമാനമെല്ലാം നിലച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള നേട്ടം, അതൊരു വലിയ നേട്ടമായിരിക്കും. ആ നേട്ടം ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇഷ്ടംമാതിരി ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാകുകയും ചെയ്യും. ഈ ഒരു മെസ്സേജ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തീരെ ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അക്കൗണ്ട് എടുക്കാനും നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ SIP മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുപയോഗിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് എടുത്താൽ മതിയാകും. ഏഞ്ചൽ ഫണ്ടിൻ്റെയാണ് ലിങ്ക്. ഇനി അത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.